ഗൈസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വായിച്ചു വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ജാസ്മിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ ബിഗ് ബോസിൽ മണിയറ നിറയണ പുഞ്ചിരി പോലെ. ജാസ്മിന്റെ ഒരു സെപ്പറേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. എടാ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കിടന്നൂടെ? പറഞ്ഞ് നാക്കെടുത്തില്ലേ, ദേ കിടക്കണ ഒരുമിച്ച്. കട്ടിപ്പൂടി കട്ടിപ്പൂടി ഡാ കണ്ണാലെ, കട്ടിപ്പൂടി കട്ടിപ്പൂടി ഡാ കട്ടിപ്പൂടി യോ കട്ടിപ്പൂടി. അപ്പം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് സൈറ്റുകളൊക്കെ ബ്ലോക്ക് ആക്കിയതിൽ വിഷമമൊന്നും ഇല്ല. എസ്മൊക്കെ പോയതിൽ നമുക്ക് യാതൊരു ഇത് വിഷമവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഉണ്ടല്ലോ. അപ്പോൾ അല്ല ഗ്ലഞ്ചാൻ ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് കാണാം. പ്രണയരംഗങ്ങൾ ആഹാ, എൻ്റെ ജബർക്കും ജാസ്മിൻ ചേച്ചി തമ്മിൽ കാണാൻ പുതുപ്പിനടിയിൽ വർത്താനം തന്നെയാണോ? ശരിയപ്പ. എനിക്ക് താഴേക്ക് 48 എല്ലാവരോട് പറഞ്ഞു ഞങ്ങൾ ബിഫ്രണ്ട്സ് ആണ് എന്തൊരു രീതിയാണ് ഗൈസ്. അപ്പോൾ ബിഗ് ബോസിൽ പ്രണയത്തിന്റെ മുട്ടുകൾ പൂവിടുകയും തളിർക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഓരോ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട് ഇവരെ കിണുക്കാം. എനിക്ക് കിണുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഇങ്ങനത്തെ കണ്ടു നമ്മൾ വിടില്ല. കാരണം ബിഗ് ബോസ് എന്തുകൊണ്ട് തീട്ട പരിപാടി എനിക്ക് മനസ്സിലാവില്ല ഗൈസ്. എനിക്ക് താഴേക്ക് 48 എല്ലാവരോട് പറഞ്ഞു ഞങ്ങൾ ബിഫ്രണ്ട്സ് ആണ് എന്തൊരു രീതിയാണ്. അതെ ആടിമോളെ, ഉള്ള കാര്യമുള്ള മാതിരി പറഞ്ഞാൽ മതി. പിന്നെ കൊണ കാണിക്കുമ്പോൾ നമുക്ക് കടികളക്കണം. ഉള്ള കാര്യം പറയും. അവർക്ക് ഇഷ്ടം പ്രണയമാണെന്ന് കേൾക്കാനും ഒരു പക്ഷേ പ്രണയ സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കാനുമാണ്. പ്രേമെന്ന് പറയാനുള്ളത് ചങ്കുറ്റും കണിക്കടി കാവടിക്കണ്ണി. കൈ പിടിച്ചിരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ കൈ പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും. ആ കിട്ടുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. കൈ പിടിച്ച് കിസ് കൊടുത്ത സൗഖ്യം കിടക്കുമാ. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടില് വേറെ പേര് പറയാ. കൈ പിടിച്ചിരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടാറുണ്ട്. അതെ, ഇത്രയും വലിയ ആശ്വാസം എൻ്റെ പൊന്നു മോൾക്ക് എവിടെ നിന്ന് കിട്ടോണ്ടി? ചേട്ടൻ്റെ കൈമുന്ന് ഉമ്മ 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 അച്ഛട്ടാ. എൻ്റെ പൊന്നി, ഇത്ര നല്ല ആശ്വാസമുള്ള കിട്ടിയപ്പോ എൻ്റെ പൊന്നു മോൾക്ക് ഓടി കള്ളി. ഈ ബിഗ് ബോസ് ഹൗസിന്റെ ലൈഫിൽ ഇനി ഗബ്രിയലിനെ കാണാൻ ഇഷ്ടം. ആ ഇവർക്കൊക്കെ ഇളക്കി തുടങ്ങിട്ടാ. ഇവർ അഭ്യാസങ്ങൾ കണ്ടിട്ട് ഇവർക്കൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഈ ബാക്കിയാണ് ഉണ്ടാക്കി ടി വിയിൽ മൊത്തം അവൾ കരഞ്ഞോണ്ടിരിക്കുന്ന കാണുന്ന ആൾക്കാർക്ക് പാവം തോന്നണം. എന്റെ പൊന്നെ, ഇന്നലത്തെ ജാസ്മിന്റെ കരച്ചില് തൂറി മെഴുകി. ഇങ്ങനത്തെ തീട്ട കേസുകളൊന്നും ഞാൻ വീട് ചെയ്യണ്ടെന്ന് വിചാരിച്ചാ. എന്താ ചെയ്യാ റോബോട്ട് കൂട്ടാ. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയാണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? ഗൈസ്, ഇനി പറയാനുള്ളൊരു വെറും തീട്ട കേസ്, പഴന്തൂർ കേസാണ് ഞാൻ അടുത്ത പറയാൻ പോണത്. അതും ഐസ്ക്രീമിന് വേണ്ടി തല്ലിയുടെ ഒരു ഊളയുടെ കഥ. ഇതൊക്കെ നടക്കണത് നമ്മുടെ ബിഗ് ബോസിൽ. അതെ ഗൈസ്, ഇവര് പുതപ്പിനടിയിൽ അംഗംപോട്ട് നടത്തുമ്പോൾ ഇത് കഴിക്കാൻ വെച്ച ഐസ്ക്രീമാണെന്നുകൊണ്ട് മറ്റൊരിടത്ത് തിന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ തീട്ട ഷോ ഇറക്കിയത്. എടാ ഉണ്ണിക്കുട്ട ഷുണ്ണാബിമോറ, നാണല്ലേ നിനക്കൊന്നില്ലെങ്കിൽ ഇത്ര വയസ്സായിട്ട് കുഞ്ഞങ്കനവാടി പഠിക്കുന്ന പിള്ളേരന്മാര് തല്ലൂടാണ്ട് എന്തുകൊണ്ട് നിനക്ക് പറയേ? വെറുള്ള 15 മിനിറ്റ് മുമ്പ് ഞാൻ മുമ്പിൽ പോയി നോക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. അത് എന്റെ മോനെ, എന്റെ വർത്താനം കേട്ടാ തോന്നും അരയിലെടുത്ത് വെച്ച നാഗമാണിക്യം കൊണ്ടുപോയിട്ട് കാറ്റിൽ പറന്നു. മോശമാവാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം. പഴന്തൂർ കേസ്. പിന്നെ എനിക്ക് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം കഞ്ചരട്ടാ. പച്ച തേനി ഞാൻ മുഖത്തിലെ നോക്കി പറഞ്ഞ എനിക്ക് ഇതാവുന്നുണ്ടോ?
എന്താ പച്ച തേടി ഞാൻ മുഖത്തിലെ നോക്കി പറഞ്ഞ എനിക്ക് ഇതാവുന്നുണ്ടോ? അല്ല മനസ്സിലായത് എന്റെ പൊന്നേ. അതെ, ബിഗ് ബോസിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. ദയവ് ചെയ്ത് ആ സാധനം പറയുമ്പോ ഒരു ലാംഗ്വേജിൽ എന്തിലേക്കും എഴുതി കാണിച്ചോളൂ. ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായിക്കോട്ടെ. മലയാളം അല്ലാന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഏത് ഭാഷയാണെന്ന് ഒന്ന് സബ് ടൈറ്റിൽ കൊടുത്തിരുന്നെങ്കിൽ വണക്കം ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കില്ല. പോന്നെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാല് ഗൈസ്, പിന്നെ ഞാൻ പറഞ്ഞത് എന്താ അങ്ങനെ അതിൻ്റെ ഇടയിൽ തണ്ണിമത്തം വണ്ടി പോണു ഗൈസ്. അപ്പോൾ ഇത് തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് തുറന്നു പറയാൻ പറ്റില്ല. നമ്മളിട്ട് ആക്കണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നാട്ടുകാരെ ഗുണാസരിക്കിനെ ക്ലാസ് ആക്കണ്ട. അവന്റെ ഉള്ള സ്വഭാവം എന്റെ മുന്നേ കാണിക്കുന്ന കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട്. മറ്റേ പെണ്ണിന്റെ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനത്തെ സ്ലാങ് എന്റെ ഭാഷയിൽ വന്നു. എന്താ ചെയ്യാ? അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നാലും അവന്റെ ഈ കച്ചറ സ്വഭാവം വച്ചിട്ട് അവനെ എന്റെ കൂടെ കളിക്കണ്ട. കട്ടിപ്പൂട്ടിട്ടാ അത് സമ്മതിക്കാൻ വയ്യ രണ്ടുപേർക്കും. ക്യാരക്ടറിനെ തളർത്തി പറഞ്ഞപ്പോഴും ഞാൻ ഒരാളുടെ അടുത്തും പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. കൺട്രോൾ വിട്ടു എന്റെ ചക്കട് മക്കള്. അപ്പൊ ഗൈസ്, ഇതൊക്കെ നമ്മുടെ വീഡിയോ. എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോ ഇങ്ങനെ കൊണയെല്ലാം ചെയ്യാൻ പറ്റില്ല. ഒന്നും വിചാരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും ഈ വീഡിയോയില്. പക്ഷെ എന്താ ചെയ്യാ ഗൈസ്, അവന്റെ വീട്ടിലെ അങ്ങനെ സ്വഭാവം ഉണ്ടോ? എന്റെ വീട്ടിലല്ല. പറഞ്ഞല്ലേ പറ്റുള്ളൂ. നമ്മള് എടുത്ത് അടിച്ചപ്പോഴേക്ക് സംസാരിക്കരുത്. നീ എന്തിനാ സംസാരിക്കും? നീ നമ്മളെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ജാസ്മിൻ. അങ്ങനെ ആക്കുമ്പോ എനിക്ക് വിഷമാവുന്നുണ്ട്. പറഞ്ഞാലും നിനക്ക് വിഷമാവും. ജിന്നോ ചേട്ടൻ നിന്നെ ഇൻസൾട്ട് ചെയ്ത കാര്യത്തിന് ഞാൻ വന്ന് സോറി പറഞ്ഞ് നീ അക്സെപ്റ്റ് ചെയ്യോ? കുഴപ്പമില്ല. അവരോട് ഇൻസൾട്ട് ചെയ്തിട്ടല്ല പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു ആവുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരാൾ കരയുന്നില്ല. കാണുന്നവരുണ്ട് ഇവിടെ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പ്രശ്നം വരുമ്പോ ആരും നിൽക്കാറില്ല. അവനെ എന്നോട് നിൽക്കാറുള്ളൂ. അപ്പൊ അവന് ഞാൻ ഇതാക്കണോ? ഫസ്റ്റ് ടൈം ചെയ്ത് ഇതിന് മുമ്പ് നമ്മള് ഇവളെ കൂടെ ചെയ്ത് ആ, ഇവർക്കൊക്കെ ഇളക്കി തുടങ്ങിട്ടാ.